വരച്ച് നോക്കാം. പങ്കജ് ഈസ് ദ സൺ ഓഫ് രാജേഷ് ആൻഡ് സ്വപ്ന. പങ്കജ്, രാജേഷും സ്വപ്നയും ഭാര്യ ഭർത്താക്കന്മാരാണ്. രാജേഷ് ആൻഡ് സ്വപ്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർക്കൊരു മകൻ പങ്കജ്. പിന്നെന്ത് വന്നിട്ടുണ്ട്? ഈ സ്വപ്നയും പ്രകാശും 2 മക്കളുണ്ട്. അവരുടെ അമ്മയാണ് ഷീല എന്ന് വന്നിട്ടുണ്ട്. ഷീല ഈസ് ദ മദർ ഓഫ് സ്വപ്ന ആൻഡ് 2 പേരുണ്ട്. സ്വപ്നയുണ്ട്, പ്രകാശുമുണ്ട്. പ്രകാശും സ്വപ്നയും തമ്മിൽ സഹോദരന്മാരാണ്. പക്ഷേ ഷീലയുടെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ കൊച്ചുമകളാണെന്ന് വന്നിട്ടുണ്ട് ദീപ. അതായത് പ്രകാശ് അൺമാരീഡാന്ന് തന്നിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ സ്വപ്നയുടെ മകളാണ് ദീപ. അപ്പോൾ സ്വപ്നയ്ക്കും രാജേഷിനുമായിട്ട് മകനുമുണ്ട്, മകളുമുണ്ട്. അതായത് എങ്ങനെയാണ്? അപ്പം ദീപ സ്വപ്നയുടെ മകളാണ്, പങ്കജ് സ്വപ്നയുടെ മകനാണ്. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പങ്കജും ദീപയും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചേക്കുന്നത്. പങ്കജ് ദീപയ്ക്ക് ആരാണ്? അപ്പോൾ സ്വപ്നയുടെ മക്കളാണ് ഇവർ രണ്ടാളും. അപ്പോൾ നമുക്ക് ബ്രദറെന്ന് കിട്ടും, ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്നതാണ്. രാജേഷിൻ്റെ സ്വപ്നയുടെ മകനാണ് പങ്കജ്. ഇനി ഷീലയുടെ ഒരേ ഒരു ഗ്രാൻഡ് ഡോട്ടറാണ് ദീപ എന്ന് തന്നിട്ടുണ്ട്. പ്രകാശ് അൺമാരീഡാന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഷീലയുടെ കൊച്ചുമകളാണ്. കൊച്ചുമകളെന്ന് പറഞ്ഞാൽ സ്വപ്നയുടെ മകളാകാം. അപ്പോൾ ഇവിടെ അതേ ഉള്ളൊരു ഓപ്ഷൻ. ഇവിടെ പങ്കജും ദീപയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചേക്കുന്നത്. പങ്കജും ദീപയും തമ്മിൽ സഹോദരന്മാരാണ്. അപ്പോൾ പങ്കജ് എങ്ങനെ റിലേറ്റഡ്? ബ്രദർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം.